നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പൈത്തൺ പ്രോഗ്രാമാണ്. ഇത് മൊഡ്യൂൾ 3ൽ കവർ ചെയ്യുന്ന വരും. നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എന്ത് ചെയ്യണം? n വേർഡ്സ് അല്ലെ n സ്ട്രിങ്സ് റീഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ അവയുടെ ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അവയെ ഡിസ്പ്ലേ ചെയ്യണം എന്നാണ് നമ്മുടെ പ്രോഗ്രാം നമുക്കാണ് എഴുതേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നമുക്ക് എത്ര നമ്പർ ഓഫ് വേർഡ്സ് റീഡ് ചെയ്യണം എന്നുള്ള വാങ്ങിക്കണം. അത് ഞാൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഞാൻ വേർഡ്സ് എന്ന് പറയുന്നത് ഒരു എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പം വേർഡ്സ് എന്ന് പറയുന്ന ഈ ലിസ്റ്റിൽ ഒന്നുമില്ല, എം ടി ആണ്. ഇനി ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഫോർ ഐ ഇൻ റേഞ്ച് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, 1 by 1 ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഓരോ എൻ്റെ അറേ വേർഡ് എന്ന് ചോദിക്കുന്നു. ആ വേർഡ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ കീബോർഡിൽ നിന്ന് ഒരു വേർഡ് ടൈപ്പ് ചെയ്യുന്നു, അത് ഈ വേർഡിനകത്തോട്ട് വരുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, വേർഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലോട്ട് ഈ വേർഡ് എന്ത് ചെയ്തു, അപ്പൻഡ് ചെയ്തിടുന്നു. ഇപ്പം വേർഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ ഈ വേർഡുകൾ രണ്ടും വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വേർഡ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ n വേർഡ്സുകൾ സ്റ്റോർ ആകും. വേർഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിൽ 1 by 1 ആയിട്ട് ഓരോ വേർഡും അപ്പൻഡായി ഈ ഫോർ ലൂപ്പിൽ കിടന്ന് സ്റ്റോർ ആവും. ഓക്കെ, ഇനി നമുക്കറിയാം ലിസ്റ്റിനകത്ത് സോർട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കീ ലെങ്ത് ബേസ് ചെയ്തിട്ട് സോർട്ട് ചെയ്യാൻ കൊടുത്തു. കീ വേർഡ്സ് ഡോട്ട് സോർട്ട് കീ ഇസ് ഇക്വൽ ടു len എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്തിനെ ബേസ് ചെയ്ത് ഇതെന്താവും, സോർട്ട് ആവും. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്തു, ഇപ്പം സോർട്ട് ചെയ്തിട്ട് റിസൾട്ട് എവിടെ ഉണ്ടാവും, ഈ വേർഡ്സ് എന്ന് പറഞ്ഞ ആ ലിസ്റ്റിൽ തന്നെ ഉണ്ടാവും. ഇനി ഞാൻ ഒരു ഫോർ ലൂപ്പ് വഴി ആ വേർഡ്സിനകത്ത് നിന്ന് 1 by 1 ഓരോ വേർഡും എടുത്തിട്ട് ഇവിടെ ഞാൻ പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം. ആദ്യം ഞാൻ എത്ര നമ്പർ ഓഫ് വേർഡ്സ് വേണമെന്ന് ചോദിച്ചു, അത് ക്യാപിറ്റൽ എന്നിലോട്ട് സ്റ്റോർ ചെയ്തു. എം ടി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തു, അതിൻ്റെ പേര് വേർഡ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ n വേർഡ്സുകൾ 1 by 1 ആയിട്ട് ഈ വേർഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലോട്ട് എന്ത് ചെയ്തു, അപ്പൻഡ് ചെയ്തു, ആഡ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്തു, ഈ ലിസ്റ്റിനെ സോർട്ട് ചെയ്തു. എന്തിനെ ബേസ് ചെയ്തിട്ട്, ലെങ്തിനെ ബേസ് ചെയ്തിട്ട് കീ ലെങ്ത് ആക്കി വെച്ചുകൊണ്ട് സോർട്ട് ചെയ്തു. സോർട്ട് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, അതിൻ്റെ ലെങ്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ 1 by 1 ആയിട്ട് ഈ വേർഡ്സ് എന്ന് പറയുന്ന ലിസ്റ്റിലുണ്ടാവും. ഇനി ഞാൻ 1 by 1 അത് ഒരു ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് 1 by 1 എടുത്തിട്ട് പ്രിന്റ് ചെയ്തു. ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.